കേരളത്തിലെ കലാകാരന്മാരുടെ സംസ്ഥാന സംഘടനയായ സവാക്കിന്റെ കൊച്ചി മേഖലയുടെ 3ാം വാർഷിക സമ്മേളനം കലാകാരനായ തൃപ്പൂണിത്തുറ കൃഷ്ണദാസ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സവാക്കിന്റെ 3ാം മേഖലാ സമ്മേളനം ആണ്. ഞാൻ ആവർത്തിക്കില്ല. ഈ 3ാം മേഖലാ സമ്മേളനം എന്ന് പറയുമ്പോൾ ബന്ധമുണ്ട്. 3ാം മേഖലാ സമ്മേളനത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു ഇടയ്ക്ക വാദകനാണ്. ഇടയ്ക്കയിൽ സോപാന സംഗീതം, സിനിമ, അങ്ങനെ ഒരു പല മേഖലകളിലും വ്യാപരിക്കുന്ന ഒരു കലാകാരനാണ്. സോപാനത്ത് വായിക്കുമ്പോൾ അതിൻ്റെ ചടങ്ങാണ്. സോപാനത്ത് വായിക്കുമ്പോൾ ക്രിസ്താനം ഇടയ്ക്കയിൽ കൊടുക്കുക, ക്രിസ്താനം ഇടയ്ക്കയിൽ വായിക്കുക, എന്നിട്ട് വേണം ഗണപതി എന്ന് പറയുന്നത്. ഗണപതിക്ക് 2ാം സ്ഥാനമാണ്. ക്രിസ്താനം ഉദ്ദേശിക്കുന്നത് 3 ലോകങ്ങളിലുമുള്ള ഭൂതഗണങ്ങളെയും സർവചരാചരങ്ങളെയും, ഈവൻ ചെറിയ പ്രാണി മുതൽ ഭീമാകാരമായ നിഗമോ അതിനപ്പുറത്തെ ഗജേന്ദ്രനോ മകം വരെയൊക്കെയുള്ള എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി സോപാനത്ത് ചെയ്തു വരുന്നതാണ് ക്രിസ്താനം. എല്ലാവരും ഹാപ്പി സന്തോഷം സമയത്ത് വായിക്കുന്നതാണ്. അങ്ങനെ പുറത്തേക്ക് വന്നു, ശബ്ദത്തിൽ പുറത്തേക്ക് വന്നു ജമ്മുടെ ജനിക്കുന്നത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാത്രമാണ് ആളുകൾ കഴിഞ്ഞതിലേക്ക് ചെറുപ്പാണ്. വളരെ പെട്ടെന്ന് പഠിക്കുന്നില്ല. അങ്ങനെയുണ്ട്. എൻ്റെ ഒരു നാടകത്തില് ഫീമെയിൽ ഭക്തിയാലുണ്ടായിരുന്നു. അത് പാടാൻ കുട്ടിയുടെ ശബ്ദത്തിൽ കൊടുക്കുന്ന കൂടി ഇരുന്നു. ക്രിസ്മസ് നടത്തുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് സഹായിക്കുന്നത് എന്തൊക്കെയാണ് അങ്ങോട്ട് ടൈമായി. അപ്പോൾ കുറേ വീട്ടിലായിട്ട് കുറേ ദിവസങ്ങളായിരിക്കും കുട്ടിയെ. പള്ളുരുത്തി ഇ.കെ. നാരായണൻ സ്ക്വയറിൽ നടന്ന സമ്മേളനത്തിൽ പീറ്റർ ജോസ് അധ്യക്ഷത വഹിച്ചു. കലാരത്ന കെ.എം. ധർമ്മൻ, ഇടക്കുച്ചി സലിംകുമാർ, വിജയൻ മാവുങ്കൽ, സുപ്രിയ അറക്കൽ, എബ്രഹാം കൊച്ചേരി എന്നിവർ സംസാരിച്ചു. കലാകാരന്മാർക്ക് അംഗത്വ കാർഡുകൾ വിതരണം ചെയ്തു. തൃപ്പൂണിത്തുറ കൃഷ്ണദാസ്, RLV ഓമനക്കുട്ടൻ, ജെസി ജോയി, O.K. പ്രകാശൻ, M.S. സുദർശനൻ, പ്രിയ സുനിൽ, ബിന്ദു മണിക്കുട്ടൻ, പ്രകാശ് എന്നിവരെ ആദരിച്ചു. കുമാരി ഗൗരി കവിരാജിന്റെ കഥാപ്രസംഗവും ലെനിൻ ഇടക്കുച്ചിയും സീന ലെനിനും ചേർന്ന് അവതരിപ്പിച്ച നുണകളുടെ തമ്പുരാൻ എന്ന നാടകവും, സവാക്ക് ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഗാനമേളയും, റിഥം കണ്ണങ്കാട്ടിന്റെ കലാകാരികൾ അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും സദസ്സിന് കുളിർമയേകി. ഇവര് 3 വർഷമാണ് ഇവർ ഭരിക്കേണ്ടത്. ഈ 3 വർഷക്കാലത്തിനിടയിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അക്കൂട്ടത്തിൽ നിരാധാരരായ കലാരംഗത്ത് പ്രവർത്തിച്ചിട്ട് യാതൊരു വിധ ഗതിയുമില്ലാതെ ആകാശം നോക്കി, ഭൂമി നോക്കി, വെള്ളത്തിൽ പോലും മാർഗമില്ലാതെ വലിയ കഷ്ടപ്പാടോടുകൂടി കഴിയുന്ന ആ കലാകാരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കുറെ പേരെല്ലാം നമ്മൾ സഹായിച്ചു. ആ ഒരുത്തൻ മുൻപിൽ വന്നിരിക്കുന്നു. നടക്കാൻ പാടില്ല. A.P. ബാബു എന്ന പേര്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. വളരെ പ്രയാസപ്പെട്ട് മാത്രമേ അദ്ദേഹത്തിന് നടക്കാൻ കഴിയൂ. ശ്വാസവിമിഷമുണ്ട്. പക്ഷേ എന്റെ സംഘടനയാണ് സവാക്ക് സ്റ്റേജ് ആർട്ടിസ്റ്റ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള, എന്റെ സംഘടനയാണ്. അദ്ദേഹത്തിന് നെഞ്ചിലെടുത്ത് പറയാനുള്ള കാരണം, സർക്കാർ അനുവദിച്ചിരിക്കുന്ന ആ 4000 രൂപ പെൻഷൻ ഉണ്ടല്ലോ, ആ പെൻഷൻ നമ്മുടെ കൊച്ചി മേഖലയിൽ ആദ്യം കൈപ്പറ്റിയ ആള് A.P. ബാബു എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. സവാക്കിലൂടെയാണ്. അദ്ദേഹത്തിന് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. തന്നെയല്ല, കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാര ജേതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമ്മൾ എന്ത് സ്മരിക്കണ്ടേ, ഓർമ്മിക്കണ്ടേ? ആ ആത്മാർത്ഥത കാണിച്ചു. ഈ വാർദ്ധക്യ സഹിതമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കൂടി പിന്നെ ഒട്ടേറെ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കുന്നത് കലാകാരന്മാർക്ക് വളരെയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമെന്ന് സവാക്കിന്റെ മേഖലാ സമ്മേളനം അഭിപ്രായപ്പെട്ടു. മറ്റൊരു വിശേഷവുമായി കാണാം. റെഡ്സൺ റബല്ലോ, ന്യൂസ് ടുഡേ, പള്ളുരുത്തി.